ഇപ്പോൾ കൂടുതലായിട്ട് കണ്ടുവരുന്നതാണ് ഫോണൊക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ചെവി തോളോട് ചേർത്ത് വെക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ സ്പൈനൽ കോഡിനൊക്കെ എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടാക്കുന്നതാണോ? തീർച്ചയായും നമുക്കറിയാം, കഴുത്ത് വേദനയുള്ള ആളുകളാണെങ്കിൽ അത് കഴുത്ത് വേദന കൂട്ടും. നമുക്കറിയാം, സാധാരണ നമ്മൾ കാണുന്നത് നിന്ന് സംസാരിക്കുന്ന ആളുകൾ, അതിനെക്കുള്ളും കൂടെ ബൈക്കിലൊക്കെ ഡ്രൈവ് ചെയ്യുന്ന ആളുകളുണ്ട്, അവരിങ്ങനെ വെച്ചിട്ടാണ് ഫോണിൽ ഉപയോഗിക്കുന്നത്. ഒരു കഴുത്ത് വേദന ഇല്ലാത്ത ഒരാളാണെന്ന് വിചാരിച്ചോളൂ, അവർക്ക് കഴുത്ത് വേദന വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം നമുക്കറിയാം, ഇതൊരു കഴുത്തിനൊരു എക്സസൈസാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. നെക്കിലൊരു എക്സസൈസ് കൂടിയാണ് ലാറ്ററൽ ഫ്ലെക്ഷൻ എന്ന് പറഞ്ഞ എക്സസൈസ്. അപ്പോൾ ആൾറെഡി ഒരു സെർവൈക്കൽ കഴുത്തിനൊരു ഡിസ്കിന് കംപ്രഷൻ വരുന്ന ഒരാളാണെങ്കിൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചാൽ എൻ്റെ വലത് കൈയിലോട്ട് വേദനയുള്ള IBD ഉള്ള ഒരാളാണെന്ന് വിചാരിച്ചോ, എൻ്റെ കയ്യിലോട്ട് റേഡിയേറ്റിംഗ് പെയിനുള്ള ഒരാളാണെങ്കിൽ ആ ആൾ മൊബൈൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ നെർവ് റൂട്ട് കംപ്രഷൻ കൂടാനും കയ്യിലോട്ടുള്ള ബുദ്ധിമുട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഇത് വെച്ച് ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഇങ്ങനെ വെച്ച് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഡിസ്കിന് ഇഷ്യൂ ഇല്ലാത്ത ഒരാളാണെങ്കിൽ പോലും അത് പിന്നീട് കഴുത്ത് വേദന വരാനുള്ള സാധ്യത. പിന്നെ നമുക്കറിയാം, പാരാസ്പൈനൽ മസിൽ സ്പാസം എന്ന് പറയും. ചില ആളുകൾ നമ്മൾ ക്ലിനിക്കിൽ വരുമ്പോൾ കഴുത്ത് തിരിക്കാൻ പറ്റാതെ തിരിഞ്ഞു വരുമല്ലോ, അതേപോലെയുള്ള PSMS കണ്ടീഷൻ വരാനുള്ള സാധ്യതയും ഇങ്ങനെ മൊബൈൽ പിടിക്കുന്നവർക്ക് കൂടുതലാണ്.